സോ ഇതാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് സ്ലിമ്മസ്റ്റ് ഐഫോൺ എവർ, ഐഫോൺ എയർ. ഫസ്റ്റ് തന്നെ പറഞ്ഞു തരാം, ഈ ഒരു ഫോൺ എല്ലാവർക്കും വേണ്ടിയുള്ള ഫോണല്ല. കാരണം ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, എനിവേ, സോ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം ഈ ഫോണിൽ ഫിസിക്കൽ സിം ഇടാനുള്ള സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല, ഈ സിം ഓൺലി ആണ്. സോ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം സിം ഇടണ്ടേ, സിം ഇടാൻ വേണ്ടി ആദ്യം ഈ സിം വാങ്ങണ്ടേ. കാരണം ഞാൻ ഇതുവരെ ഈ സിം ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഈസിലി നമുക്ക് ഫിസിക്കൽ സിം കിട്ടും, അത് വെച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഷെയർ ചെയ്യാം. ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞേ പറ്റൂ, ഈ ഫോൺ ഞാൻ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ, അതായത് ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഐഫോൺ 17 സീരീസിൻ്റെ ബ്രീഫിങ്ങിന് വേണ്ടി. അവിടെ പോയിട്ട് ഈ ഫോൺ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോണ്ടല്ലോ, ഐ വാസ് റിയലി സർപ്രൈസ്. അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫോണാണ്. ഞാൻ ആക്ച്വലി സാംസങ് S25 Edge ഉപയോഗിച്ച ഒരാളാണ്, എന്നിട്ടും ഈ ഫോൺ കയ്യിലെടുത്തപ്പോൾ ഐ വാസ് ലൈക്ക് വെരി സർപ്രൈസ്ഡ്. ഭയങ്കര സ്ലിം ആൻഡ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ഫോണാണ്, നോ ഡൗട്ട്. എനിവേ, അൺബോക്സിംഗ് ഒരു ചടങ്ങാണല്ലോ, സോ അതും കൂടി നമുക്ക് ചെയ്ത് കളയാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഐഫോണിന്റെ ബാക്കും ഫ്രണ്ടും ഒന്നും കാണിക്കാതെ സൈഡ് വ്യൂ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഡോക്യുമെന്റ്സ് ഒന്നും വരുന്നില്ല. വെറും 5.6 mm ആണ് തിക്നെസ് ആൻഡ് ജസ്റ്റ് 165 gram ആണ് വെയിറ്റ്. അതായത് ഇതാണ് 17 Pro Max ആൻഡ് ഇതാണ് ഐഫോൺ എയർ. ഇത് കണ്ടില്ലേ? സോ തീർച്ചയായിട്ടും ഒരു സൂപ്പർ സ്ലിം ആൻഡ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോം ഫാക്ടറിലാണ് വരുന്നത്. നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഷോറൂമിൽ പോയിട്ട് ഒരു തവണ എങ്കിലും ഈ ഫോൺ നിങ്ങളൊന്ന് കയ്യിലെടുത്ത് നോക്കണം. ഞാൻ ഇത് എല്ലാ ഫോണുകൾക്ക് വേണ്ടി പറയാറില്ല, ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കയ്യിലെടുത്ത് നോക്കണം ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. പിന്നെ ഇത്തവണ പ്രോ മാക്സിൽ വന്ന ഒരു വലിയ ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ഇവിടെയും അത്തരത്തിലുള്ള ഒരു നീണ്ട ക്യാമറ മോഡലാണ് തന്നിരിക്കുന്നത്. അത്രയും വിഡ്ത്തില്ല, കുറച്ചും കൂടി സ്ലിം ആണ്. എന്നാൽ ഇത്തവണ പ്രോ മാക്സിൽ നിന്ന് ആപ്പിൾ ടൈറ്റേനിയം എടുത്ത് കളഞ്ഞെങ്കിലും ഇതിൽ ഇപ്പോഴും ടൈറ്റേനിയം ഫ്രെയിം വരുന്നുണ്ട്. ഐ തിങ്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഡ്യൂറബിലിറ്റിയെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും. ഡ്യൂറബിലിറ്റി എത്രമാത്രം സ്ട്രോങ് ആണ്, കാരണം ആ ഒരു ഡൗട്ടും ഉണ്ടാവുമല്ലോ, സ്ലിം ഫോൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമോ, ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ പ്രോ ഫോൺസിൽ യൂണി ബോഡി അലൂമിനിയം ഡിസൈൻ ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഇപ്പോഴും ഗ്ലാസ് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്ത് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെറാമിക് ഷീൽഡ് 2 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ സൂപ്പർ സ്ലിം ആയതുകൊണ്ട് നമ്മളിങ്ങനെ വളയ്ക്കാൻ നോക്കിയാൽ പെട്ടെന്ന് വളയുമോ എന്ന് ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നില്ല, ഓക്കെ. പക്ഷേ നമുക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ജെറി എണ്ണൻ. പുള്ളി കുറേ ശ്രമിച്ച് കൈകൊണ്ട് ഇങ്ങനെ വളയ്ക്കാൻ ശ്രമിച്ചു, വളയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒടുവിൽ മെഷീൻ ഉപയോഗിച്ച് 90 കിലോ വെയിറ്റ് കൊടുത്തപ്പോഴാണ് മടങ്ങിയത്. സമ്മതിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. അതായത് ആപ്പിൾ ആ ഒരു ഈവൻറ്റിൽ പറഞ്ഞിരുന്നു ദി സ്ട്രോങ്കസ്റ്റ് മോസ്റ്റ് ഡ്യൂറബിൾ ഐഫോൺ എവർ. ഞാൻ വിചാരിച്ച് വെറുതെ തള്ളുമായിരിക്കുന്നു, പക്ഷേ ശരിക്കും ഭയങ്കര ഡ്യൂറബിൾ ആണ്. സോ ഗുഡ് ജോബ്. ഈ ഐഫോൺ എയർ സ്കൈ ബ്ലൂ, ലൈറ്റ് ഗോൾഡ്, ക്ലൗഡ് വൈറ്റ് ആൻഡ് സ്പേസ് ബ്ലാക്ക് വേരിയൻറ്റിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളതാണ് സ്കൈ ബ്ലൂ. വൈറ്റ് ആണെന്ന് വിചാരിച്ചു, വൈറ്റ് അല്ല, സ്കൈ ബ്ലൂ ആണ്. വളരെ ചെറിയൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വൈറ്റ് ഷർട്ട് ഈ നീലത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്ലൂ ടിൻറ്റ് വരൂലേ, അങ്ങനത്തെ ഒരു ടിൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റാണ്. ഡിസൈൻ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. നമ്മൾ ഇത്തവണ കണ്ട ഐഫോൺ 17 ആൻഡ് 17 Pro Maxിലുള്ള എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. യെസ്, സൈസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബ്രൈറ്റ്നെസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്വാളിറ്റി ആണെങ്കിലും ഈ വർഷം വന്ന ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണെങ്കിലും എല്ലാം ഇതിനും കൊടുത്തിട്ടുണ്ട്. സോ ഇൻഡോർ യൂസ് ആണെങ്കിലും ഔട്ട്ഡോർ യൂസ് ആണെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയാണെങ്കിലും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പ്രൊമോഷൻ, അതായത് 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ യെസ്, ആ ഒരു പിൽ കട്ടൗട്ട് ഉണ്ടല്ലോ, ആ ഒരു ഡൈനാമിക് ഐലൻഡ് വീഡിയോസ് ഫുൾ സ്ക്രീനിലിട്ട് കാണുമ്പോൾ അതെന്തായാലും കയറി വരും. ബട്ട് വൈ ആപ്പിൾ വൈ? എന്തുകൊണ്ടാണ് മോണോ സ്പീക്കർ മാത്രം തന്നത്? അതായത് ഈ ഫോണിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് സ്പീക്കേഴ്സ് ഒന്നുമില്ല, ആകെ വരുന്ന സൗണ്ട് ഇയർ പീസിൽ നിന്നാണ്, ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാണുമ്പോൾ, വീഡിയോസ് കാണുമ്പോൾ, റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ അത്ര അറിയില്ല. പക്ഷേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും, കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് സൗണ്ട് വരുന്നത്. സാംസങ്ങിൻ്റെ S25 Edgeഉം സൂപ്പർ സ്ലിം സ്മാർട്ട് ഫോൺ ആണ്, പക്ഷേ അവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്പീക്കർ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു, കാരണം ഇത്രയും പ്രൈസ് ഉള്ള ഒരു ഫോണല്ലേ. നോർമൽ ഐഫോണിലും പ്രോ ഐഫോണിലും കിട്ടുന്ന ഒരു ഭയാനകമായ ഒരു സ്പീക്കർ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിവിടെ കിട്ടില്ല. എനിവേ, ചിപ്സെറ്റിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ആപ്പിൾ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല.
A19 Pro ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ഈ പ്രോ മാക്സിലുള്ള A19 Pro ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ GPUയുടെ ഒരു കോർ ഇവിടെ കുറവാണ്. അതായത് ഇവിടെ 6 കോർ GPU ആണെങ്കിൽ ഇവിടെ 5 കോർ GPU ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ വരുന്നത് ആപ്പിളിന്റെ സ്വന്തം C1X മോഡമാണ്. വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചിപ്പാണ് N1 ചിപ്പ്, നെറ്റ്വർക്കിംഗ് ചിപ്പാണ്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ആപ്പിളിന്റെ സ്വന്തം ചിപ്പാണ്. പുതിയ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനുമായി വരുന്ന ലേറ്റസ്റ്റ് iOS 26 ആണ് വരുന്നത്. ക്യാമറ UI മാറിയിട്ടുണ്ട്. ഫോട്ടോസ് ആപ്ലിക്കേഷന്റെ UIയിലും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഈ ഫോണിൽ സിംഗിൾ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. സോ ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആപ്പിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, അത് പ്രോ ഫോൺസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഒരു അൾട്രാവൈഡ് ക്യാമറ എങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം ഇതേ സ്ലിം ഫോം ഫാക്ടറുമായി വരുന്ന S25 എഡ്ജിൽ സാംസങ്ങിന് അൾട്രാവൈഡ് ക്യാമറ ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ആപ്പിളിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. എനിവേ ഇവിടെ 48 മെഗാ പിക്സലിന്റെ ഒരു ആപ്പിളിന്റെ ഫ്യൂഷൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ 48 മെഗാ പിക്സൽ പ്രോ സീരീസിലുള്ള 48 മെഗാ പിക്സൽ അല്ല, മറിച്ച് iPhone 17 വന്നിരിക്കുന്ന 48 മെഗാ പിക്സൽ ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. എന്നാലും ചില ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഞാൻ എടുത്തിരുന്നു, കണ്ടു നോക്കാം. അതായത് ഒരു ടിപ്പിക്കൽ ഐഫോൺ ഫോട്ടോ ആണ്. കളർ കാര്യങ്ങളൊക്കെ കൊള്ളാം, കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ 1x and 2x മോഡിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് അതാണല്ലോ ഫ്യൂഷൻ ക്യാമറ. സോ ഒറ്റ ക്യാമറ കൊണ്ട് 1x 2x എടുക്കാൻ പറ്റും. 2x ബേസിക്കലി ഡിജിറ്റൽ സൂം ആണ്. പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഫസ്റ്റ്, നമുക്ക് 4K 120 FPS ഉണ്ട്, സ്ലോ മോഷൻ വീഡിയോസ്, അത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റൂല. സെക്കൻഡ്, മാക്രോ മോഡും കൊടുത്തിട്ടില്ല. സോ നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റൂല. അതിനോടൊപ്പം തന്നെ പ്രോ റെസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോ ഫോൺസിലുള്ള, അതും ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ലോഞ്ച് ഇവന്റിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് A19 Pro ചിപ്സെറ്റിന് പകരം A19 കൊടുത്താലും മതിയായിരുന്നു. എന്നിട്ട് കുറച്ച് പ്രൈസ് അവർക്ക് കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ വാങ്ങിയേനെ. എനിവേ വീഡിയോ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഈ സെൽഫി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 4K 60 FPS ആണ്. എനിക്ക് തോന്നുന്നു ഈ ആപ്പിളിൻ്റെ ഒരു ബിറ്റ് റേറ്റ് ആണോ അതോ ഫ്രെയിംസിൻ്റെ ഒരു സ്മൂത്ത്നെസ് ആണോ, അപാര സ്മൂത്ത്നെസ് ആണ് വീഡിയോസ് എടുക്കുമ്പോൾ. ആ ഒരു എൻ്റെ ഫേസ് കണ്ടില്ല, ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതൊക്കെ നൈസാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വെരി നൈസ്. സെയിം ആണ്, റിയർ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വീഡിയോസ് ആണ് കിട്ടുന്നത്. മാക്സിമം 4K 60 FPS വരെ എടുക്കാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറ അറിയാലോ, പുതിയ ഇന്നോവേറ്റീവ് ആയ സ്ക്വയർ ഷേപ്പ് ഉള്ള സെൻസർ ആണ് വന്നിരിക്കുന്നത്. സോ പ്രോ മാക്സിന്റെ സെൽഫി ക്യാമറയിൽ കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റ് മോഡലും പിന്നെ ഈ ലാൻഡ്സ്കേപ്പ് മോഡലും രണ്ട് മോഡലും സെൽഫീസ് എടുക്കാൻ പറ്റും. ഇതിലും എക്സാക്ട്ലി സെയിം ആണ്. നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസ് ആണ്. പ്രോ മാക്സ് ആണെങ്കിലും ഇതാണെങ്കിലും സെൽഫി പെർഫോമൻസിൽ നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നല്ല സെൽഫി ഫോട്ടോസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫോണിലും ആ ഒരു ഡ്യുവൽ ക്യാപ്ചർ ഉണ്ടല്ലോ, സെൽഫി ക്യാമറ പ്ലസ് റിയർ ക്യാമറ ഒരുമിച്ച് ഒരേ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഫീച്ചർ, ആ ഫീച്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 2 തവണ എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിം ഇട്ട് നോക്കിയില്ല. സോ ഞാൻ എൻ്റെ ടെസ്റ്റിങ്ങിൽ വൈഫൈ ഓൺലി ടെസ്റ്റിംഗ് ആണ് ചെയ്തത്. അതിൽ തന്നെ എൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവിയാണ്. ഹെവിയല്ല, മോഡറേറ്റ് ഹെവി യൂസ് എന്ന് പറയാൻ പറ്റും. ഗെയിമിംഗ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നോടെ ചാർജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഇവന്റിൽ ആപ്പിൾ പറഞ്ഞത് ഫുൾ ഡേ അല്ലെങ്കിൽ ഓൾ ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. പക്ഷെ അത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. ഏത് തരത്തിലുള്ള യൂസേജിലാണ് ഫുൾ ഡേ കിട്ടുന്നത്, അതായത് ലൈറ്റ് യൂസിലാണോ മോഡറേറ്റ് യൂസിലാണോ, അതൊന്നും ആപ്പിൾ പറഞ്ഞില്ല. പക്ഷേ ഓൾ ഡേ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് അടുത്ത നിമിഷം ഈ ഒരു ബാറ്ററി പാക്ക് ആണ് ആപ്പിൾ അവതരിപ്പിച്ചത്. സോ തീർച്ചയായിട്ടും സംശയം ഇല്ലാത്തവരുടെ മനസ്സിൽ പോലും സംശയം വരും, ഇതിൻ്റെ ബാറ്ററി നിൽക്കൂല, അതുകൊണ്ടാണോ ബാറ്ററി പാക്ക് വന്നിരിക്കുന്നത്. എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്ക് കൂടെ വാങ്ങിച്ചോളൂ. കാരണം ഇതിലും അസെയിം, അതായത് ഇതിലുള്ള അതേ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ബാറ്ററി പാക്കാണിത്. പിന്നെ ഈ ബാറ്ററി പാക്ക് വേറെ ഒരു ഫോണിലും ഫിറ്റ് ആവില്ല. അതായത് ഐഫോൺ എയറിന് വേണ്ടി മാത്രം ആപ്പിൾ ഇറക്കിയിരിക്കുന്ന ബാറ്ററി പാക്കാണ്. ആപ്പിളിനും സ്ലിം ആൻഡ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോണുകൾ ഉണ്ടാക്കാൻ പറ്റും. ആപ്പിളിനും ഈ പുതിയ ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ആപ്പിൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലസ് ഈ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു റിഫ്രഷിന്റെ വർഷമായിരുന്നു. അതായത് ഐഫോൺ 17 120 Hz റിഫ്രഷ് റേറ്റ് വന്നു. കണ്ടില്ലേ, 17 Pro മാക്സിന്റെ ഡിസൈൻ മാറ്റി, പുതിയ ലിക്വിഡ് ഗ്ലാസ് ഉള്ള iOS 26 വന്നു. പിന്നെ ഈ പുതിയ ഐഫോൺ എയർ. പിന്നെ ആക്ച്വലി ഇതിനേക്കാളും ഒരു സ്ലിം ഫോൺ ഈ വർഷം ഇറങ്ങിയിരുന്നു. ഏത് ഫോണാണ് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായിരുന്നു സാംസങ്ങിന്റെ ഈ ഫോൾഡ് 7. നമ്മളിത് ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഐഫോൺ എയറിനേക്കാളും സ്ലിം ആണ്. സോ ഐ തിങ്ക് ഇത് ആക്ച്വലി ആപ്പിളിലെ വരാൻ പോകുന്ന, അറിയാലോ, അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോൺ വരും. നെക്സ്റ്റ് ഇയർ ആണോ അതിൻ്റെ അടുത്ത വർഷമാണോ ഐ ഡോണ്ട് നോ, പക്ഷേ എന്തായാലും ഇത് വരുന്നുണ്ട്. സോ ആപ്പിൾ ഫോൾഡ് അല്ലെങ്കിൽ ഐ തിങ്ക് ഐഫോൺ ഫോൾഡ് എന്നായിരിക്കും എൻ്റെ പേര്. ഇത് ഐഫോൺ എയർ ആണല്ലോ, സോ അത് മിക്കവാറും ഐഫോൺ ഫോൾഡ് ആയിരിക്കും. സോ ഐഫോൺ ഫോൾഡിൽ മിക്കവാറും
ഇതുപോലൊരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതായത് ഒരു സൈഡിൽ ഇങ്ങനെ മറ്റേ സൈഡിൽ ഇങ്ങനെ നമുക്കിങ്ങനെ അടയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫോം ഫാക്ടറിലായിരിക്കും മിക്കവാറും ആപ്പിളിൻ്റെ ഫോൾഡ് വരാൻ പോകുന്നത്. ഇനി ഈ ഫോണിൻ്റെ പ്രൈസാണ് 1,20,000 രൂപ. സോ നിങ്ങൾ ആ ഒരു പ്രൈസ് കൊടുത്ത് ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലിം ഫാക്ടർ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണെങ്കിലും ആ ഒരു ലൈറ്റ് വെയ്റ്റ് ഇൻ ഹാൻഡ് ഫീൽ ആണെങ്കിലും അത് നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇതേ പ്രൈസിൽ വരുന്ന വേറെ ആൻഡ്രോയിഡ് ഫോൺസൊക്കെ വിട്ടേക്ക്, പക്ഷേ ഇതേ പ്രൈസിൽ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റ് ഐഫോൺസ് പഴയ പ്രോ മാക്സ് ഒക്കെ ആണെങ്കിലും നോർമൽ ഐഫോൺ ആണെങ്കിലും അതിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ നിങ്ങൾക്ക് ഈ ഐഫോൺ എയറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.